ഇന്ന് ഉച്ച മുതലാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 11-12 ആയപ്പോഴേക്കും ഐസോൻ താത്തയും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിന് ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓരെയും കൂട്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് പോവാണ്. ഇതൊക്കെ അല്ലേ, അപ്പൊ നമുക്കും എവിടേക്കെല്ലാം ഒന്ന് പോകണം. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കോട്ടക്കൊന്ന് പോയി വരാന്ന് കരുതി. പക്ഷേ ഈ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പോയിട്ട് വരാൻ. എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മാത്രമല്ല ഉള്ളത്, മൂത്തമ്മയും ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഐസമിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം പാർക്കാണല്ലോ, അപ്പോൾ ഓൻ എല്ലാ റൈഡ്സിലും കയറാൻ നിൽക്കുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. പിന്നെ മൂത്തമ്മയാണെങ്കിൽ വീട്ടിലുണ്ടായ ചാമ്പൊക്കെ കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ കുറേ ആൾക്കാർക്കാണെങ്കിൽ നമ്മളെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തിയ മുതൽ ഐസം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ കയറി വരുന്നോട് തന്നെ ഒരു ബലൂണ് വിൽക്കുമല്ലോ, അപ്പം അങ്ങനെ ആ ഒരു ബലൂണ് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൈഡ്സിലൊക്കെ കയറിയപ്പോൾ അതിൻ്റെ കാര്യം വിട്ടുപോയി. പിന്നെ ഈ ഒരു റൈഡിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ കയറിയിട്ടുള്ളതേനു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ആളുടെ ഫേസ് ഒക്കെ മാറി തുടങ്ങിട്ടോ, പേടിയായിട്ട്. പിന്നെ ആണെങ്കിൽ വേറെ ഇതിലും കയറാനുള്ള ധൈര്യം അങ്ങ് പോയി. ആ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൾ അത്ര ഹാപ്പി ആയിട്ടൊന്നും അല്ല ഇതിലൊന്നും കയറിയിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ ഈ ഒരു ബസ്സിൽ കയറിയിട്ടോ. അത് വെറുതെ ഒരു കാര്യമില്ലാത്തൊരു ബസ്. എന്തായാലും ഞാൻ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. നമ്മളിതാ ഇവിടെ ഈ ഒരു തോണിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ അതിലൊന്നാണെങ്കിൽ കേടി വരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എഴുതി വേറെ എന്തെങ്കിലും കയറാന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഈ ഒരു റൈഡാണ് ചൂസ് ചെയ്തത്. ഇത് നല്ലോണം തല കറക്കുന്ന ഒരു റൈഡായിരുന്നു. കഴിഞ്ഞ് കിട്ടാഞ്ഞിട്ട് ഇടങ്ങാറായി തന്നെ പറയാം. സ്പീഡൊക്കെ പാകത്തിന് തന്നെ ഉള്ളേനു. സ്പീഡ് കൂടിയാലും നമുക്ക് അത്ര ഒരു വിഷയമില്ല. ഇത് തല കറക്കുന്ന ടൈപ്പിൽ കുറേ കറക്കി, അതുകൊണ്ട് തന്നെ ഒരു വൊമിറ്റ് ചെയ്യാൻ വരുന്നൊരു ഫീൽ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പഫ്ക്കൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് നേരം നടക്കാനിരുത്തി. അപ്പോഴേക്കും ഐസമിന് വീണ്ടും ബലൂണിന്റെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ മാഷിനെ കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് കോട്ടക്കുന്നിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഐസം. അടിയിലെത്തിയതിനു ശേഷം പുറത്തിറങ്ങിയിട്ടും നമ്മൾ കുറേ നേരം വണ്ടിയും വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ. വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് കുറച്ച് ഡ്രിങ്ക്സും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ വണ്ടി വന്നു, നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയുള്ളൂ.